കോൺഗ്രസിന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഐക്യം അതിനുശേഷം പാർലമെന്റിൽ നിലനിർത്താൻ കഴിയാതിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെതായ നിലപാടെടുത്തിട്ടുണ്ട്, ശരിയാണ്. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ രാഷ്ട്രീയത്തിനെതിരായി 230-ലധികം വരുന്ന ഇന്ത്യ മുന്നണി ഒറ്റ ബ്ലോക്കായി നിന്നാൽ അത് പാർലമെന്റിൽ ലോക്സഭയിൽ ഒരു ശക്തിയാകും എന്നിരിക്കെ അങ്ങനെ ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ കോൺഗ്രസ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതൃമുഖമായി മാറാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏതായാലും ഈ വർത്തമാനകാല സാഹചര്യങ്ങൾ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ മുൻനിർത്തിയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അഭിലാഷ്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിന് ഒരു ചരിത്രമുണ്ട് അഭിലാഷ്. 1957 ഫിറോസ് ഗാന്ധി ഇവിടുത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ വെട്ടിപ്പിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് RK ഡാൽമിയ എന്ന അക്കാലത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ജയിലിലേക്ക് പോകുന്നത്. LICയുടെ ഓഹരി പൊതുവിപണിയിൽ വിറ്റഴിച്ചതോ അല്ലെങ്കിൽ അവിടുത്തെ ഓഹരികൾ വാങ്ങിയതിലോ ഉള്ള ക്രമക്കേടുകളെ കുറിച്ച് ഇതേ ഫിറോസ് ഗാന്ധി ആരോപണം ഉയർത്തിയപ്പോഴാണ് ഹരിദാസ് മുന്ദ്ര എന്ന അക്കാലത്തെ ഏറ്റവും വലിയ പവർ ബ്രോക്കർ ജയിലിലേക്ക് പോകുന്നത്, TT കൃഷ്ണമാചാരി രാജിവെക്കുന്നത്. ഇതൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നിട്ടുള്ള വ്യവഹാരങ്ങളാണ്. ഇന്നെന്താ ഇന്ത്യയിലെ സ്ഥിതി? ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഇവിടുത്തെ നികുതി വെട്ടിപ്പ് പർദീസുകളിൽ നിന്ന് ഷെൽ കമ്പനി ഉണ്ടാക്കി കോടാനുകോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ച റിപ്പോർട്ട്. $265 മില്യൺ ഇവിടെ കൈക്കൂലി കൊടുത്തു എന്ന വലിയ വിവാദം അദാനിക്കെതിരെ വരുന്നു. ഇതൊന്നും അന്വേഷിക്കേണ്ട, അതിനെക്കുറിച്ചൊരു അക്ഷരം പോലും ഉരിയാടേണ്ട എന്ന് ശഠിക്കുന്ന ശിലായുഗത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഒരു മുന്നണി ഭരിക്കുന്ന സർക്കാരിനെതിരെ പാർലമെന്റിൽ നിലപാടെടുക്കുക തന്നെ ചെയ്യും അഭിലാഷേ. ആരൊക്കെ എതിർത്താലും ആരൊക്കെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിനെതിരെ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സമ്പലിനെ സംബന്ധിച്ചിടത്തോളം 1991 ആരാധനാലയ സംരക്ഷണ ബില്ലെന്ന നിയമം പാർലമെന്റ് പാസാക്കിയതാണ്. അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വലിയ തോതിലുള്ള വിഭജനത്തിലേക്കും സർവനാശത്തിലേക്കും നയിക്കുന്ന, ആസൂത്രിതമായി അതിനെ തിരശ്ശീല ഉയർത്തുന്ന സർക്കാരുകൾ ഇവിടെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, കേന്ദ്രം ഭരിക്കുന്നു. അഭിലാഷെ, അതിനെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യും. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും അതിനോട് യോജിപ്പുണ്ട്. എന്നാൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവുക. ഞങ്ങൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കാൻ, അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല. ഞങ്ങൾ എല്ലാ അഭിപ്രായത്തെയും ഏകോപിപ്പിക്കുമ്പോൾ ചില പുതിയ തീരുമാനങ്ങളിലേക്ക് പോകും. അതേതെങ്കിലും ഒരാളുടെ നഷ്ടമായിട്ടോ മറ്റൊരാളുടെ ലാഭമായിട്ടോ അഭിപ്രായ ഭിന്നതയോ ആയിട്ടോ അല്ല ചിത്രീകരിക്കേണ്ടത്. അഖിലേഷ് സിംഗും രാഹുൽ ഗാന്ധിയുമാണ് UPയിലെ ഷാഹി മസ്ജിദിന്റെ വിഷയത്തിൽ ഐക്യകണ്ഠന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ തന്നെ അദാനി വിഷയത്തിൽ എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളും കോൺഗ്രസിന്റെ നിലപാടിനോടൊപ്പം തന്നെയാണ്. പിന്നെ പാർലമെന്റിനകത്തെ വ്യവഹാരങ്ങളിൽ വിവിധ അഭിപ്രായങ്ങൾ ഒരു മുന്നണിക്ക് ഏകോപിപ്പിക്കേണ്ടി വരും. അല്ലാതെ കോൺഗ്രസിന്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. ജനാധിപത്യപരമായി എല്ലാത്തിനെയും ഏകോപിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതൊന്നും ഞങ്ങളുടെ പ്രിയോറിറ്റിയെ ബാധിക്കുന്ന വിഷയമേ അല്ല അഭിലാഷേ. BJP എന്ന ഈ പാർട്ടി നടത്തുന്ന ജനാധിപത്യ ധ്വംസനം അവർ ഈ രാജ്യത്തെ കീറിപ്പറിച്ചെറിയുകയാണ്. അതിനെ തടുക്കാനുള്ള ജനാധിപത്യപരമായ ബാധ്യത ഞങ്ങളുടെ കണ്ടനാളികളിൽ അവസാന ശ്വാസമുള്ളിടത്തോളം കാലം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.